ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4ാമത്തെ ടെസ്റ്റ് മത്സരം മെൽബണിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 2ാം ഇന്നിംഗ്സിൽ 228 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിലാണ്. ഓസ്ട്രേലിയയുടെ ലീഡ് എന്ന് പറയുന്നത് 333 റൺസ് ആയിരിക്കുകയാണ്. 333 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ ലീഡ് തന്നെയാണ്, എസ്പെഷ്യലി ഓസ്ട്രേലിയൻ കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഒരു ദിവസത്തെ മത്സരമാണ് ബാക്കിയുള്ളത്. 5ാം ദിവസത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു ആവേശകരമായ നിലയിലാണ് ഈ ടെസ്റ്റ് മത്സരം എന്നുള്ളതാണ്. ഇന്ത്യക്ക് ജയിക്കണമെങ്കിൽ ഒരു വലിയ സ്കോറാണ് ഇന്ത്യ പിന്തുടരേണ്ടി വരിക. നാളെ വീണ്ടും ഓസ്ട്രേലിയ രാവിലെ ബാറ്റ് ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. ചെയ്യുകയാണെങ്കിൽ എത്ര റൺസാണോ അവർ നേടുന്നത് അത് ഇന്ത്യ ചേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നാളെ ഇനി 96 ഓവറുകളാണ് ബാലൻസ് ഉള്ളത്. ആ 96 ഓവറുകൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മത്സരം സമനിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും അധികം ചാൻസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്ക് തന്നെയാണ്. കാരണം 96 ഓവറുകളിൽ ഒരു ടെസ്റ്റിന്റെ 5ാമത്തെ ദിവസം 4 ദിവസം മത്സരം നടന്ന പിച്ചിലാണ് ഇത് നടക്കാൻ പോകുന്ന ഈ മത്സരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പിച്ചിൽ സംഭവിച്ചിരിക്കുന്ന വേറൻ ടയറുകളും എല്ലാം യൂസ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയാണെങ്കിൽ ഈ 5ാമത്തെ ദിവസം മെൽബണിൽ കഴിഞ്ഞ 2 പരമ്പരയും മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുകയായിരുന്നു. അവിടെ ജയിക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയും ചെയ്യുമെന്നാണ്. മത്സരത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്നലെ 358 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. അവിടെ നിന്ന് 11 റൺസ് മാത്രമാണ് കൂട്ടിച്ചേർക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചത്. ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ നിതീഷ് കുമാർ റെഡ്ഡി 114 റൺസ് നേടി നതൻ ലയന്റെ ബോളിംഗിൽ ഔട്ടാവുകയായിരുന്നു. തിരിച്ച് ഓസ്ട്രേലിയയുടെ 2ാം ഇന്നിംഗ്സ് ആരംഭിക്കുന്ന സമയത്ത് ഒരു എക്സലന്റ് ആയിട്ടുള്ള ബൗളിംഗ് പ്രകടനമായിരുന്നു ശരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ബൗളർമാരും, എസ്പെഷ്യലി ഇന്ത്യയുടെ പേസർമാരെല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജസ്പ്രീത് ബുംറ മാത്രമല്ല, സാധാരണ നമ്മൾ കാണുന്നത് ജസ്പ്രീത് ബുംറയുടെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ്. പക്ഷേ ഇന്ന് അങ്ങനെയായിരുന്നില്ല. ആകാശ് ദീപും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും അവരുടെ 2 പേരുടെയും സ്പെല്ല് എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുള്ള സ്പെല്ലായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ബാറ്റർ എന്ന് പറയുന്നത് ഉസ്മാൻ ഖവാജയായിരുന്നു. ഉസ്മാൻ ഖവാജയ്ക്ക് അദ്ദേഹം കളിച്ച ബോളുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 40% ബോളുകളും ബീറ്റർ ആവുന്നത് കാണാമായിരുന്നു. അത്രയ്ക്കൊരു ടോപ്പ് ക്ലാസ് ബോളിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ക്ലൂ ഇല്ലാത്ത പോലെയാണ് ബാറ്റ് ചെയ്തിരുന്നത്. അത്ര മനോഹരമായിരുന്നു ഇന്ത്യൻ ബോളിംഗ്. ഇന്ത്യയുടെ ബോളിങ്ങിന്റെ ലെങ്ത്തും ലൈനും എല്ലാം തന്നെ എക്സലന്റ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ ആരാധകർ എല്ലാവരും കാത്തിരുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് സാം കോൺസ്റ്റാസും ജസ്പ്രീത് ബുംറയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ബുംറയെ ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ഒരു രീതിയിലാണ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ സാം കോൺസ്റ്റാസ് ബുംറയെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്കോർ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയൻ മാധ്യമങ്ങളെല്ലാം തന്നെ അത് ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. അതിന് ബുംറയുടെ ഭാഗത്തു നിന്ന് എന്ത് മറുപടിയായിരിക്കും ഈ ഒരു ഇന്നിംഗ്സിൽ അദ്ദേഹം കാഴ്ചവെക്കാൻ പോകുന്നതെന്നായിരുന്നു ഇന്ത്യൻ ആരാധകരുടെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു മറുപടി, ഒരു ടോപ്പ് ക്ലാസ് ഡെലിവറി ആയിരുന്നു അത്. ആ ഡെലിവറിയിൽ സാം കോൺസ്റ്റാസിന്റെ കുറ്റി തെറിപ്പിക്കാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. താൻ തന്നെയാണ് ലോക ക്രിക്കറ്റിലെ രാജാവ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഈ മത്സരം കഴിഞ്ഞ ഉടനെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് മാച്ച് കമന്റ്സിൽ ഹനുമ വിഹാരി ബുംറയെ പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നാളെ 2ാം ഇന്നിംഗ്സിൽ സാം കോൺസ്റ്റാസ് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ബുംറയും കോൺസ്റ്റാസും തമ്മിലുള്ള ഒരു മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു ആങ്കറുടെ ചോദ്യം. അതിനുള്ള ഹനുമ വിഹാരിയുടെ മറുപടി എന്ന് പറയുന്നത് നാളെ രാവിലെ അത് കാത്തിരുന്ന് കാണാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്സിൽ ഇന്ത്യൻ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ബുംറയെ ഒരു നല്ല ഷോട്ട് അടിക്കുകയാണെങ്കിൽ അദ്ദേഹം വാശിയോടെ തിരിച്ചു വരികയും അപ്പം തന്നെ നമുക്കൊരു നല്ല ബൗൺസർ എറിയുകയും ചെയ്യും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത്. പുറത്ത് അധികമൊന്നും കാണിക്കില്ലെങ്കിലും പക്ഷേ ബുംറയുടെ ഉള്ളിലുള്ള വാശി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത അത്ര വാശിയിലാണ് അദ്ദേഹം തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു ഹനുമ വിഹാരിയുടെ ഒരു മറുപടി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ബുംറ കാണിക്കുകയും ചെയ്തു. വിരാട് കോഹ്ലി ഔട്ടായ സമയത്ത് സാം കോൺസ്റ്റാസ് ഓസ്ട്രേലിയൻ ആരാധകരോട് കൈയടിക്കാൻ ആംഗ്യം കാണിച്ചതുപോലെ തന്നെ കോൺസ്റ്റാസിന്റെ വിക്കറ്റ് എടുത്തിട്ട് ജസ്പ്രീത് ബുംറയും അതേ ആംഗ്യം കാണിക്കാനാണ് ഇന്ത്യൻ ആരാധകരോട് ആവശ്യപ്പെട്ടത്. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടു ആ ഒരു വിക്കറ്റ് പോയി. ഉസ്മാൻ ഖവാജയെ മുഹമ്മദ് സിറാജ് ഒരു സൂപ്പർ ഡെലിവറിയിൽ ഔട്ടാക്കി. പിന്നെ ട്രാവിസ് ഹെഡ് വന്നു. ട്രാവിസ് ഹെഡ് വന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ട്രാവിസ് ഹെഡിന് വേണ്ടി തന്നെ ഒരു ട്രാപ്പ് ഇന്ത്യ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് നമ്മൾ ആ ഒരു ഫീൽഡ് സെറ്റ് കണ്ടാൽ അറിയാം. ഒരു ഷോർട്ട് മിഡ് വിക്കറ്റ്, ഒരു സ്ക്വയർ ലെഗിലൊക്കെ ഫീൽഡറെ വെച്ചിട്ട് കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ബൗൾ ചെയ്യുക എന്നുള്ളൊരു തന്ത്രമാണ് ഇന്ത്യ പയറ്റുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള ട്രാവിസ് ഹെഡിനെ 1 റണ്ണിന് പുറത്താക്കാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു അനാവശ്യ ഷോട്ടിൽ സ്റ്റീവ് സ്മിത്ത് ഔട്ടായിരുന്നു. കാരണം സ്റ്റീവ് സ്മിത്ത് കുറച്ച് റൺസ് കയറ്റാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് അദ്ദേഹം ഔട്ടായത്. ആ ഒരു 2 വിക്കറ്റ് പോയപ്പോൾ ട്രാവിസ് ഹെഡും കൂടെ ഔട്ടായപ്പോഴേക്കും അവർ ബാക്ക് ഫുട്ടിലായി. പക്ഷേ വീണ്ടും അവരുടെ പ്രധാനപ്പെട്ട 2 വിക്കറ്റും കൂടെ നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. ഒന്ന് മിച്ചൽ മാർഷിന്റെ രൂപത്തിലും
പിന്നെ ഒന്ന് അലക്സ് കാരിയുടെ രൂപത്തിലും. അലക്സ് കാരിയും മിച്ചൽ മാർഷും ഒക്കെ ഔട്ടായ ബോളുകൾ എന്ന് പറയുന്നത് സൂപ്പർ ഡെലിവറികളായിരുന്നു എന്നുള്ളതാണ്. 91 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ കൂപ്പ് കുത്തിയ ആ സമയത്ത്. പക്ഷെ അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഇന്ത്യൻ ടീമിലും ഇതുപോലെ 7 വിക്കറ്റ് പോയതിനു ശേഷമാണല്ലോ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ലാബുഷൈൻ്റെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലാബുഷൈൻ്റെ വളരെ വളരെ ഈസി ആയിട്ടൊരു ക്യാച്ചാണ് ജയ്സ്വാളിൻ്റെ കയ്യിൽ നിന്ന് പോയത്. ജയ്സ്വാളിൻ്റെ ഇന്നത്തെ ഫീൽഡിലെ പ്രകടനം തികച്ചും മോശമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം 3 ക്യാച്ചുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഒന്നൊരു ലെഗ് സ്ലിപ്പ് പോലത്തെ ഒരു ഫീൽഡ്, ലെഗ് ഗള്ളി പോലത്തെ ഒരു ഫീൽഡിൽ ഉസ്മാൻ ഖവാജയുടെ ഒരു ക്യാച്ച് ബുംറയുടെ ബോളിംഗിൽ വിട്ട് കളഞ്ഞിരുന്നു. ആകാശ്ദീപിൻ്റെ ബോളിങ്ങിലാണ് ലാബുഷൈൻ്റെ ക്യാച്ച് ഗള്ളിയിൽ വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്യാച്ച് പോയി. പിന്നെ സില്ലി പോയിന്റിൽ പാറ്റ് കമ്മിൻസിന്റെ ഒരു ക്യാച്ചും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി. അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് ഇന്ന് ഒട്ടും തന്നെ ഒരു നല്ലതായിരുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ ടോട്ടലായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇന്ന് ഫീൽഡിൽ ഇന്ത്യയുടെ എനർജി എന്ന് പറയുന്നത് എക്സലന്റ് ആയിരുന്നു. ബൗളർമാരുടെ മാത്രമല്ല ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അത് വിരാട് കോഹ്ലി മുന്നിൽ നിന്ന് നയിക്കുന്നത് പോലെ തോന്നി. കാരണം എല്ലാത്തിലും വിരാട് കോഹ്ലി ഇടപെടുകയും ഓടി നടക്കുകയും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുകയും ഇന്ത്യയുടെ എനർജി സൂപ്പർ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ അവിടെ നിന്നൊരു പാർട്ട്ണർഷിപ്പ്, അവരുടെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് വന്നു. കഴിഞ്ഞ ഇന്നിംഗ്സിലും നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് പാറ്റ് കമ്മിൻസ് സാധിച്ചു. ഈ ഇന്നിംഗ്സിൽ അദ്ദേഹം 41 റൺസ് നേടി. അതുപോലെ തന്നെ ലാബുഷൈൻ്റെ ഒരു നല്ല ഒരു 70+ റൺസ് അദ്ദേഹവും നേടി. ലാബുഷൈന് അവസാനം സിറാജ് LBWയിൽ കൊടുക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഔട്ട് എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കിന് ഒരു കൺഫ്യൂഷനിൽ അദ്ദേഹം റൺഔട്ട് ആവുകയായിരുന്നു. ആ ഒരു റൺഔട്ട് അനാവശ്യമായിട്ടുള്ള റൺഔട്ടായിരുന്നു. അപ്പോൾ മത്സരം ഏകദേശം തീരുമെന്നുള്ള സിറ്റുവേഷനിലാണ് അവസാന വിക്കറ്റിൽ നതൻ ലയനും സ്കോട്ട് ബോളണ്ടും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഇന്ത്യക്ക് തലവേദനയായി മാറിയത്. ഒരു നല്ല ഒരു പാർട്ട്ണർഷിപ്പാണ് അവർ തമ്മിൽ. ഇപ്പോൾ 55 റൺസിന്റെ പാർട്ട്ണർഷിപ്പായി രണ്ടുപേരും തമ്മിൽ 333 എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് അവരെ എത്തിക്കാനായിട്ട് ഈ പാർട്ട്ണർഷിപ്പിന് കഴിയുകയും ചെയ്തു. കാരണം 55 റൺസ് ലാസ്റ്റ് വിക്കറ്റിലാണ് അവർ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കാനായിട്ട് ജസ്പ്രീത് ബുംറയും ആകാശ്ദീപും തമ്മിൽ കാഴ്ചവെച്ച ഒരു പാർട്ട്ണർഷിപ്പ് പോലെ തന്നെയുള്ള ഒരു പാർട്ട്ണർഷിപ്പായിട്ട് മാറി. ആ പാർട്ട്ണർഷിപ്പ് അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 270 റണ്ണ് ചേസ് ചെയ്യുന്നത് പോലെയല്ല 330 340 റൺസ് ചേസ് ചെയ്യുക എന്നുള്ളത്. അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ. പക്ഷേ 2021 പരമ്പരയിൽ നമ്മൾ ഗ്യാബയിൽ അത് നേടിയതാണ്. 329 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ വിജയലക്ഷ്യമായിരുന്നു അന്ന് ഓസ്ട്രേലിയ ഇന്ത്യക്ക് മുന്നിൽ വെച്ചത്. അത് അന്ന് ചേസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു. 270 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ 250 60 ആ ഒരു സ്കോറൊക്കെ ആയിരുന്നു കുറച്ചും കൂടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 330 അല്ലെങ്കിൽ 340 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ ഒരുപാട് പേഷ്യൻസ് കാണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ന്യൂ ബോൾ ഇന്ത്യ എടുത്തിരിക്കുകയാണ്. 80 ഓവർ കഴിഞ്ഞ് ഒരു ബോളും കൂടെ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ന്യൂ ബോൾ എടുത്തത്. ആകാശ്ദീപ് ഒരു ബോൾ ഓൾഡ് ബോൾ എറിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് രോഹിത് ശർമ്മ ന്യൂ ബോൾ എടുത്തത്. അപ്പോൾ ഈ 80 ഓവർ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിൽ ക്യാപ്റ്റൻ എടുക്കാമെന്നുള്ള നിയമം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ഇനി ഈ പാർട്ട്ണർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഏകദേശം 1 മണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോളം ഇപ്പോൾ നീണ്ടു നിന്നിട്ടുണ്ട് ഇവർ തമ്മിലുള്ള. ഇത് ഗുണമാണോ ദോഷമാണോ ഓസ്ട്രേലിയക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നാളെ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുണമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 280 റൺസിന് ഈ വിക്കറ്റ് പോയിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയക്ക് ഒരു 6 7 ഓവർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 ഓവറൊക്കെ ബൗൾ ചെയ്യാനായിട്ട് ലഭിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ 10 ഓവർ ഒരു 4ാമത്തെ ദിവസത്തിൻ്റെ വൈകുന്നേരം ഒരു 10 ഓവർ ബൗൾ ചെയ്യാനായിട്ട് ഇന്ത്യക്കെതിരെ ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയെ പ്രഷറിലാക്കാനും ഇന്ത്യയുടെ ഒരു 2 വിക്കറ്റ് നേടാനും ഓസ്ട്രേലിയക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യാതെ അവർ ബാറ്റ് ചെയ്ത് പോവുകയായിരുന്നു വോൾഡേ. കാരണം കഴിഞ്ഞ പരമ്പരയിലെ ആ 329 റൺസ് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ത്യക്ക് മുന്നിൽ ആ ഒരു ടാർഗറ്റ് വെക്കാതെ ഡെഫിനറ്റ് ആയിട്ടും വലിയൊരു ടാർഗറ്റിലേക്ക് ഓസ്ട്രേലിയ പോകുന്നത്. ആദ്യം തോൽവി ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ഓസ്ട്രേലിയ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ജയിച്ചേ പറ്റുള്ളൂ. കാരണം ഈ മത്സരം അവർ ജയിച്ചില്ല, ഈ മത്സരം ഡ്രോ ആവുകയോ ഇന്ത്യ ജയിക്കുകയോ ചെയ്താൽ അവർക്ക് പ്രശ്നമാണ്. കാരണം ഈ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഇന്ത്യ ഡ്രോ ആക്കുകയാണെങ്കിൽ അവസാന മത്സരം സിഡ്നി ക്രൂഷ്യലാവും. കാരണം സിഡ്നിയിൽ എപ്പോഴും ഇന്ത്യക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കാറുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ എന്ത് വില കൊടുത്തും ജയിക്കാൻ തന്നെയായിരിക്കും ഓസ്ട്രേലിയ തീരുമാനിക്കുക എന്നുള്ളതാണ്. ബുംറയെ വീണ്ടും വീണ്ടും എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു എക്സലന്റ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനമായിരുന്നു. അദ്ദേഹം 200 വിക്കറ്റ് ടെസ്റ്റിൽ തികച്ചിരിക്കുകയായിരുന്നു. ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് നേടിയതോടുകൂടിയാണ് അദ്ദേഹം 200 വിക്കറ്റിലേക്ക് എത്തിയത്. 200 വിക്കറ്റ് 44ാമത്തെ ടെസ്റ്റിലാണ് അദ്ദേഹം നേടുന്നത്. 200 വിക്കറ്റ് നേടിയ ബൗളർമാരുടെ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 20 ആവറേജിൽ കുറവുള്ള ഒരാളും തന്നെയില്ല ലോക ക്രിക്കറ്റിൽ എന്നുള്ളതാണ്. അതായത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ പോലും 20 ആവറേജിന് താഴെയുള്ള ഒരു ബൗളർ പോലും ഇല്ല. തൊട്ട് നിൽക്കുന്നത് മാൽക്കം മാർഷൽ ആണ് എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ 20.39 എങ്ങാണ്ടാണ് അദ്ദേഹത്തിന്റെ ശരാശരി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ നോക്കുമ്പോൾ ബുംറയുടെ ശരാശരി എന്ന് പറയുന്നത് 19 പോയിന്റ് സംതിങ് ആണ്. അതൊരു എക്സലന്റ് ഫിഗർ ആണ്. ലോക ക്രിക്കറ്റിൽ
ബുംറ കളി അവസാനിപ്പിക്കുമ്പോഴേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൗളർമാരുടെ കൂട്ടത്തിലേക്ക് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ ഒരു സീരീസിലെ 29 വിക്കറ്റുകൾ ഓസ്ട്രേലിയക്കെതിരെ ബുംറ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഓസ്ട്രേലിയക്ക് ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒരു ഇന്ത്യൻ ബൗളറുടെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എന്ന് പറയുന്നത് ഹർഭജൻ സിംഗ് ആണ് നേടിയിരിക്കുന്നത്. 32 വിക്കറ്റുകളാണ്. വെറും 3 വിക്കറ്റുകൾ കൂടി നേടാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചാൽ ആ റെക്കോർഡിന്റെ ഒപ്പമെത്താനും 4 വിക്കറ്റുകൾ നേടിയാൽ അത് മറികടക്കാനും ബുംറയ്ക്ക് സാധിക്കും. ഇനിയും ഒരു ടെസ്റ്റ് മത്സരം ബാക്കിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതണം. ഏതായാലും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ഇരു ടീമുകളുടെയും ഭാഗത്ത്. ടെസ്റ്റ് ക്രിക്കറ്റ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറയുന്ന ഒരു പ്രകടനം. കുറച്ച് ഇന്ത്യയുടെ ബൗളർമാരോട് ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം അവരുടെ ബാറ്റർമാരോട് ഒരു പ്രകടനം കണ്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ടെസ്റ്റ് നല്ല രസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് ടെസ്റ്റ് ശരിക്കും ആസ്വദിച്ച് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നല്ല ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5ാമത്തെ ദിവസത്തിൽ ഒരു ഉഗ്രനായിട്ടുള്ള ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ. മത്സരം ജയിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും ഇതൊരു ഡ്രോയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിച്ചാൽ പോലും ഇന്ത്യക്ക് ഇതൊരു വലിയ നേട്ടം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.